ഏസർ എന്ന ബ്രാൻഡിന്റെ ഏസർ ഐക്കോണിയ 8.7 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 12,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏസർ ഐക്കോണിയ 8.7 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ടാബിൽ 8.7 ഡിസ്പ്ലേ ആണ് വരുന്നത്. HD റെസൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം റെസൊല്യൂഷൻ വരുന്നത് 1340x800 ആണ്. അത്ര മികച്ചൊരു റെസൊല്യൂഷൻ ഒന്നല്ല, പക്ഷെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അത് ഓക്കെയാണ്. പിന്നെ ഇതിൽ LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ് എന്ന് പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ ടാബിളുടെ കാര്യത്തിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഫോണുകളുടെ കാര്യത്തിൽ എക്സ്പെക്ട് ചെയ്യാം എന്നേ ഉള്ളൂ. ഇനി പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 400 നിറ്റ്സ് ആണ്. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മാത്രമാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറെ ടാബുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ടാബുകളിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി പാഡ് SCയിലൊക്കെ ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റും നമുക്ക് റെസൊല്യൂഷനൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ടാബിന്റെ വെയിറ്റ് വരുന്നത് 365 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.7 mm ആണ്. ഇതിൽ മെറ്റൽ ബോഡിയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ mediatekന്റെ helio P22T എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ച പ്രോസസ്സർ എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ഒന്നല്ല ഇത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ടാബുകളിലും mediatekന്റെ helio G99 പോലുള്ള പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. അപ്പം അതിൽ ഇതിനേക്കാൾ മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം പ്രോസസ്സർ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആണ് എന്ന് തന്നെ പറയാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഇതിൽ 4G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കോൾ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ 4GB റാമും 64GB ഇന്റേണലാണ് ഇതിൽ വരുന്നത്. LPDDR4ന്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ചില ടാബുകളിലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ Android 14 ബേസിലുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് വരുന്നത്. ടാബിന്റെ പിന്നിൽ 8 മെഗാ പിക്സൽ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെ ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. ടാബുകളുടെ കാര്യത്തിൽ വളരെ മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. ബാറ്ററിയുടെ കാര്യത്തിൽ 5100 mAh ബാറ്ററി വരുന്നുള്ളൂ. ടാബുകളുടെ കാര്യത്തിൽ അത്ര മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് ആണ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ 10 വാട്ടിന്റെ ചാർജിങ് സ്പീഡേ വരുന്നുള്ളൂ. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ Type-C ചാർജിംഗ് പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്ര മികച്ച ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല ടാബുകളിലും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാബിന്റെ വില വരുന്നത് 11,990 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ മൊത്തത്തിൽ അത്ര മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തിരക്കില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ അല്ല. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ കൊടുക്കായിരുന്നു. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ തിരക്കേടില്ല, പക്ഷെ ബാറ്ററി സെറ്റപ്പ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ടാബ് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ടാബുകൾ പലതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പല ടാബുകളിലും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള mediatekന്റെ helio G99 അതുപോലെ തന്നെ Snapdragon 680 ഇതുപോലുള്ള പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ടാബ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.